പറഞ്ഞു ഇങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച്. അതായത് ചികിത്സയില് മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യവൽക്കരണം എങ്ങനെയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ എങ്ങനെയാണ് ശുചിയാക്കുന്നത് എന്ന് പറയുന്ന ഒരു സംശയം ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിലേക്ക്, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് പരിഹരിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ സംശയങ്ങൾ ഉണ്ടാവാൻ ഇപ്പൊ സാധ്യതയില്ല. കാരണം ഓരോരുത്തരും ഈ ചികിത്സയിലൂടെ, ഇപ്പൊ നമ്മുടെ ഇവിടെ ജീവിതത്തിൽ ഒരു രീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് അധികരിക്കുന്നതും ഇല്ലാതെയാവുന്നതും കുറയുന്നതും പിന്നെ പതുക്കെ പതുക്കെ ഇല്ലാതെയായി പോകുന്നതും എല്ലാം ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് അതിൽ വലിയ സംശയങ്ങൾക്കിടയില്ല. ഇതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഓരോ പ്രശ്നങ്ങളും ഓരോരുത്തരിലും ഓരോ സമയത്തും ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. പിന്നെ ശരീരം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം, അറിയാം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നായിട്ട് ശരീരം ഇവിടെ ഉണ്ട്. അപ്പൊ അതിലെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരിക്കലും ഒരു മനോരോഗ ചികിത്സയല്ല നടത്തുന്നത്. മനോരോഗമുള്ള ആരെയും നമ്മളിവിടെ ചികിത്സിക്കുന്നില്ല. കാരണം അങ്ങനത്തെ അത് നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ശാരീരികമായിട്ടുള്ള ഓരോ രോഗത്തിന്റെ പുറകിലും ശാരീരികമായിട്ടുള്ള കാരണങ്ങളും മാനസികമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മനസ്സിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനസ്സിലെ ദുഃഖങ്ങളെയും ആശങ്കകളെയും പിരിമുറുക്കങ്ങളെയും ഭയങ്ങളെയും ഇതുവരെയുള്ള എല്ലാ മുറിവുകളെയും മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം ഇവിടുത്തെ നമ്മുടെ ജീവിതത്തിലെ ചികിത്സയിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അത് നടത്തുന്നതിന്റെ അത് വളരെ ഡെപ്തിൽ നമുക്ക് ജനറലായിട്ട് പറഞ്ഞു പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അതിന്റെ ഒരു ഏകദേശ രൂപം പറയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഡെപ്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിട്ടുള്ള രീതികളിലായിരിക്കും ഈ ഒരു ചികിത്സ നടക്കുക എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ചികിത്സയിലേക്ക് കയറുമ്പോൾ ശരീരം ഒരു ആരോഗ്യത്തിലേക്ക് കയറി വരാനായിട്ട് തുടങ്ങും. കാരണം ഒരു കൃത്യമായിട്ടുള്ള ജീവിതശൈലിയിലേക്ക് കയറുന്നുണ്ട്. ഒരു ചികിത്സ ശരീരത്തിന് ആരംഭിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് ചികിത്സ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഒരു ചികിത്സ ആരംഭിക്കുമ്പോൾ ശരീരവും മനസ്സും വേറെ വേറെയായിട്ട് നിൽക്കില്ല എന്നുള്ളൊരു വാസ്തവമുണ്ട്. ശരീരം ആരോഗ്യത്തിലേക്ക് വരാനായിട്ട് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പാരലലി മാനസികമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്കുള്ള ഒരു സാധ്യത അവിടെ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ ഓരോ വ്യക്തികളുടെ അടുത്തും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ഈ ഒരു രോഗത്തിന് മാനസികമായിട്ടുള്ള കാരണങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി അവരുടെ ഒരു ചരിത്രം, മാനസികമായിട്ടുള്ള എങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളിലൂടെയൊക്കെയാണ്, അല്ലെങ്കിൽ എത്ര തീവ്രത കൂടിയിട്ടുള്ള രീതികളിലൊക്കെ പോയി വരേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് ജനറലായിട്ട് സംസാരിച്ച് തുടങ്ങലാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒരുപക്ഷെ നമ്മൾ ഇപ്പൊ ഒരു 10 വയസ്സിലത്തെ കഥയായിരിക്കാം ഒരാൾ ഇരുന്ന് പറയുന്നുണ്ടായിരിക്കുക, പറയുന്നത് 50-ാമത്തെ വയസ്സിലായിരിക്കാം. ഈ 50-ാമത്തെ വയസ്സിൽ ഒരാൾ 10 വയസ്സിലെ ഒരു വിഷയം പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ പറയുന്നുണ്ടാവും. പക്ഷെ ഇത് പറയുന്ന സമയത്ത് അയാൾ വളരെ ദുഃഖിതനായോ അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു പ്രത്യേക വിഷയം പറയുന്നുണ്ടായിരിക്കാം. അപ്പോ അവിടെ ആ 10 വയസ്സുള്ള എന്നിലെ ഒരു 10 വയസ്സുകാരൻ ദുഃഖിതനാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോ ആ ഒരു വിഷയം എന്നെ ബാധിക്കുന്നൊന്നുമില്ല, പക്ഷെ എന്റെ ഉള്ളിൽ എന്റെ 10 വയസ്സുകാരൻ ഉണ്ട്, അവൻ ഇപ്പോഴും ദുഃഖിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ഇപ്പോഴും ആ ഒരു പ്രത്യേക വിഷയത്തിൽ ഭയത്തിലാണ്, അല്ലെങ്കിൽ അവന് അന്നത്തെ ആ ഒരു വിഷയത്തിൽ നിരാശയുണ്ട്. ഏത് തരത്തിലുള്ള ഒരു പ്രശ്നമായിക്കോട്ടെ, എന്തായാലും അന്നത്തെ ഞാൻ ഇപ്പോഴും ദുഃഖത്തിലാണ് അല്ലെങ്കിൽ പ്രശ്നത്തിലാണ്. ഇന്ന് എനിക്ക് അത് ചിന്തിക്കുമ്പോൾ ഒരിക്കലും എന്നെ അത് ബാധിക്കുന്നില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ എന്റെ പുറകിലേക്ക് നോക്കുമ്പോൾ അന്നത്തെ ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അതേ തീവ്രതയിൽ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളെല്ലാം എന്റെ ഉള്ളിൽ ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഈ പഴയ കഥകളൊന്നും നേരിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് കാണുന്നില്ലെങ്കിലും ഇത് ഓർത്തെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടേ ഇത് എന്റെ തലയ്ക്കകത്ത് ഉണ്ടെന്നുള്ളത്. എന്റെ ഉള്ളിൽ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും
കിടക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ ബ്രെയിൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ പഴയ വിഷയങ്ങളുടെ സ്വാധീനം അതിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും ഇപ്പൊ ഇതുവരെ എന്റെ ഉള്ളിൽ ബാക്കി നിൽക്കുന്ന, എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ അത്രമേൽ പതിച്ചു പോയിട്ടുള്ള ഈ വിഷയങ്ങളുടെ എല്ലാം സ്വാധീനം എന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ എല്ലാം ഞാൻ ഇടപെടുന്ന എന്തിലും ഈ പഴയ കഥകളുടെ സ്വാധീനം ഉണ്ടായിരിക്കും. അപ്പോ ഈ സ്വാധീനം ഒരു പരിധിവരെ നമ്മുടെ രക്ഷയ്ക്ക് നല്ലതാണ്. പക്ഷേ അമിതമായിട്ടുള്ള ഈ പഴങ്കഥകളുടെ സ്വാധീനം ഇപ്പോൾ മുന്നിലുള്ള യാഥാർത്ഥ്യത്തെ കാണാൻ സാധിക്കാതെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതായത് പഴയ കഥകളുടെ സ്വാധീനം അമിതമാകുമ്പോൾ ഇപ്പോഴത്തെ ഒരു സന്തോഷമായിക്കോട്ടെ, തൃപ്തിയുള്ള ലൈഫായിക്കോട്ടെ, ഏതൊന്നും എനിക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോഴുള്ളതിന്റെ സൗന്ദര്യം എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്റെ ജീവിതത്തിലെ പ്രശ്നത്തെ എനിക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ എന്റെ ജീവിതം സുഖകരമല്ലെങ്കിൽ ഞാൻ നോക്കണം, ഇപ്പോഴത്തെ എന്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള കറക്ഷൻ, ഇപ്പോഴത്തെ പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഭൗതിക തലത്തിലുള്ള കറക്ഷൻസ് നടത്തുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിൽ എന്നാലും എനിക്ക് ഒരിക്കലും ഒരു സന്തോഷമോ സമാധാനമോ ഒരു തൃപ്തിയോ ജീവിതത്തിൽ ലഭിക്കുന്നില്ല. പക്ഷെ സത്യത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ വലിയ വിഷയങ്ങളൊന്നും ജീവിതത്തിൽ കാണാനുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊള്ളണം. പുറകിലേക്ക് തിരിഞ്ഞു നോക്കി പഴയ വിഷയങ്ങൾ എന്നെ ബാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു പ്രസന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാന കാരണം നമ്മൾ പാസ്റ്റിൽ തന്നെയാണ്, അല്ലെങ്കിൽ പാസ്റ്റുകൾ ഒന്നും കംപ്ലീറ്റ് ആക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്ന് അവസാനിപ്പിച്ചു പോകണ്ടേ? 1ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചു, 2ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 1ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഞാൻ കളഞ്ഞിട്ട് പോരണ്ടേ? അതിൽ നിന്നുള്ള പാഠങ്ങൾ ഞാൻ ഉൾക്കൊണ്ടു. പക്ഷെ ആ പുസ്തകങ്ങളും കൂടിയിട്ട് താങ്ങിക്കൊണ്ടാണ് ഞാൻ 2ാം ക്ലാസ്സിലേക്കും തുടർന്ന് 3ലേക്കും 10ാം ക്ലാസ്സും +1ഉം +2 എല്ലാ സ്കൂളും ഞാൻ അങ്ങനെ കയറി പോകുമ്പോഴും തുടക്കം മുതലുള്ള ഈ പുസ്തകക്കെട്ടുകളും സാധനങ്ങളും ഒക്കെ താങ്ങിയാണ് ഞാൻ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നതെങ്കിൽ അത് എനിക്ക് വലിയൊരു ചുമടായിരിക്കും. ഒരിക്കലും എനിക്ക് റിലാക്സ് ചെയ്തുകൊണ്ട് എന്റെ ക്ലാസ്സിലേക്ക് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷത്തെ പുസ്തകങ്ങളൊക്കെ എനിക്ക് വേണം. അങ്ങനെയല്ലാതെ ഓരോ ക്ലാസ്സിൽ നിന്നുള്ള പാഠങ്ങൾ മാത്രം നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ട് പുസ്തകങ്ങളെയൊക്കെ അവിടെ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അടുത്തയിലേക്ക് പോകുന്നത്, വീണ്ടും മുന്നോട്ട് പോകുന്നത്. ഇതേപടി നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല എക്സ്പീരിയൻസുകളും, അത് ചെറുപ്പം മുതൽ ഓർമ്മ വെച്ച കാലം മുതലേയുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളും വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും എന്തൊക്കെ ആയിക്കോട്ടെ, ഭയങ്ങളും നിരാശകളും കുറ്റബോധങ്ങളും എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, എല്ലാ എക്സ്പീരിയൻസുകളും നമുക്കുണ്ടായി ആ ഒരു പ്രത്യേക വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ വളരെ തീവ്രത കൂടിയിട്ടുള്ള പിരിമുറുക്കം അനുഭവിച്ചു. അത് കഴിഞ്ഞു ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോ ഈ ഒരു പിരിമുറുക്കം കൊണ്ട് ഉണ്ടായിട്ടുള്ള വലിയൊരു പാഠമുണ്ട്. വലിയൊരു പഠനം എല്ലാ പിരിമുറുക്കങ്ങളിൽ നിന്നും നമുക്കുണ്ടാവുന്നുണ്ട്. അതായത് നമ്മൾക്കൊരു പ്രൊമോഷൻ ഉണ്ടാവുന്നുണ്ട്. നല്ലൊരു പ്രഷറിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ, നല്ലൊരു ടെൻഷനിലൂടെ, നല്ലൊരു ഭയത്തിലൂടെ, നല്ല ആഴത്തിലുള്ള ഒരു ദുഃഖത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയതിന് ശേഷം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, പഴയ ആളല്ല ഇപ്പോ ഞാൻ. വലിയ മാറ്റങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ വാസ്തവത്തിൽ ഓരോ പിരിമുറുക്കവും വലിയ പ്രൊമോഷനുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കാതെ, ആ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സ്കൂളിലത്തെ കഥ പറഞ്ഞതില് പാഠങ്ങൾ ആയിട്ട് മനസ്സിലാക്കണം. ഓരോ ക്ലാസ്സിൽ നിന്നും നമുക്ക് കിട്ടിയ അറിവുകൾ, ആ അറിവ് നേടിക്കൊണ്ടാണ് ഞാൻ അടുത്തതിലേക്ക് കയറി പോകുന്നത്. ഇതേപടി ജീവിതത്തിൽ ഉണ്ടാവുന്ന വലിയ പിരിമുറുക്കങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, അടുത്ത ദിവസത്തേക്ക് ഞാൻ കയറുന്നത്. അപ്പോൾ ആ പാഠങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടൂ. നമുക്ക് ഈ കഥകൾ മുഴുവൻ വേണ്ട. പുസ്തകങ്ങൾ നമ്മൾ കളഞ്ഞുകൊള്ളണം. ഇതേ തരത്തിൽ ഉണ്ടായ പിരിമുറുക്കം എന്താണോ, അതിന് കാരണക്കാരൻ എന്താണോ, അന്ന് ഞാൻ അനുഭവിച്ച വ്യഥ എത്രത്തോളം ഉണ്ടോ, ഇതൊന്നും ആയിരിക്കരുത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതൊക്കെ പുസ്തകങ്ങളാ, പഴയ ക്ലാസ്സിലത്തെ ചെറിയ ക്ലാസ്സിലത്തെ പുസ്തകങ്ങളാണ്. അതൊക്കെ ഞാൻ കളഞ്ഞ് അതിൽ നിന്നും ഞാൻ നേടിയെടുത്ത വലിയ പാഠങ്ങളുണ്ട്. ആ പാഠവും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് വളരെ വ്യക്തതയിലുള്ള ഒരു ചിന്താരീതിയും ജീവിത ക്രമമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പഴയ ഭാണ്ഡം പേറിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു രീതിയായിരിക്കും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുക.
ഇവിടെ നമ്മുടെ അടുത്ത് വരുന്ന ഓരോരുത്തരും, അപ്പൊ എല്ലാ മനുഷ്യരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഭാണ്ഡം പേര് തന്നെയാണ് പോകുന്നത്. പാഠം മാത്രം പിരിമുറുക്കത്തിന്റെ എത്രത്തോളം ഞാൻ മേന്മയിലേക്ക് പോയി ഈ ഒരു പ്രഷർ കൊണ്ട് എന്നുള്ളത് ചിന്തിച്ചിട്ട് ഹാപ്പി ആയിട്ടൊന്നും എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ആ ദുഃഖവും പിരിമുറുക്കവും അന്നത്തെ കുറ്റബോധവും പ്രശ്നങ്ങളും വിദ്വേഷവും ഒക്കെ കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരിക്കലും വളരെ സന്തോഷമുള്ള, വളരെ സമാധാനമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് ജീവിതം തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അയാൾക്ക് റിലാക്സ് ചെയ്യാനോ ആസ്വദിക്കാനോ പറ്റില്ല. മനസ്സെപ്പോഴും ഭാരിച്ച അവസ്ഥയിലായിരിക്കും. അപ്പൊ മനസ്സിന്റെ ഭാരം തീർച്ചയായിട്ടും ശരീരം അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് രണ്ടും വേറെ വേറെ ആയിട്ടല്ല ഉള്ളത്. ശരീരം എത്രത്തോളം കനം കൂടിയതാവുന്നു അത്രത്തോളം ശാരീരികമായിട്ടുള്ള അവശതകൾ, ക്ഷീണങ്ങൾ, രോഗങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ ശരീരത്തെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവനത്തിൽ ശ്രമിക്കുമ്പോൾ മനസ്സിലെ ഈ പഴയ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ചെയ്യാൻ വലിയ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പിന്നിട്ട വഴികളിലേക്ക് ഒന്ന് ചിന്തയിലൂടെ ഒന്ന് യാത്ര ചെയ്യുന്നു. അതിനൊരു മടി വരരുത്. അതിന് മടി ഭയങ്കരമായിട്ട് വരും. കാരണം ഇപ്പോ പഴയ പിരിമുറുക്കങ്ങളിലൂടെ ഒക്കെ ഒന്ന് ചിന്ത കൊണ്ട് കടക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓർത്തെടുത്ത് പറയാനായിട്ട് സാധിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ആ ഒരു പ്രത്യേക പിരിമുറുക്കത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് അതിനെ പരിശോധിക്കുക എന്ന് പറയുന്നത് വലിയ മാനസിക പിരിമുറുക്കം വീണ്ടും നമുക്ക് ഉണ്ടാക്കുന്ന പോലെയായിരിക്കും. അപ്പൊ ഭയങ്കര ഭയപ്പെട്ട ഒരു വിഷയത്തെ വീണ്ടും ചിന്ത കൊണ്ട് നമ്മൾ ആ ഭയത്തിലേക്ക് കയറുകയാണെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയം രണ്ടാമത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരില്ലേ? അന്ന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് രണ്ടാമത് അനുഭവിക്കേണ്ടതായിട്ട് വരില്ലേ? ഭയങ്കരമായിട്ട് ഭയപ്പെട്ട ഒരു സംഭവം അത് നമുക്ക് മറക്കാൻ ശ്രമിച്ചുകൊണ്ട് പോയിക്കൊള്ളുന്നില്ല, ഒരിക്കലും പോവില്ല. അതാണ് പ്രശ്നം. അതെ അതെ, മറക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ സ്കാറിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ സ്കാർ എങ്ങനെ ഇറേസ് ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോ സ്കാർ ഉണ്ടാവുക എന്ന് പറയുന്നതില് ഈ സ്കാർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ അവിടെ കുറെ ഹോർമോണൽ ചേഞ്ചസ് വന്നിട്ടാണ് ഈ സ്കാർ ഉണ്ടാവുന്നത്. നമ്മൾക്ക് ഒരു ഭയം ഉണ്ടാവുക, ഒരു ദുഃഖം ഉണ്ടാവുക, ദേഷ്യം ഉണ്ടാവുക, ഇതിലെല്ലാം കിടന്ന് കളിക്കുന്നത് ഹോർമോൺസ് മാത്രമാണ്. ഒരു പ്രത്യേക ഹോർമോൺ ഓൺ ആയാൽ മാത്രമേ ദേഷ്യം വരുള്ളൂ. ഒരു പ്രത്യേക ഹോർമോൺ ഉണ്ടായാലേ ചിരിക്കുള്ളൂ. ഒരു പ്രത്യേക ഹോർമോൺ ഉണ്ടായാലേ കരയുള്ളൂ. ഒരു ഭയപ്പെടണമെങ്കിൽ അതിന് വേറൊരു ഹോർമോൺ വേണം. അപ്പൊ ഈ ഹോർമോണുകളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് തള്ളിക്കയറ്റമാണ് ഓരോ വൈകാരിക തീവ്രത കൂടിയ ഘട്ടത്തിലും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു സ്കാർ ഉണ്ടാവുന്നത് മായ്ച്ചു കളയുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഉണ്ടായ ആ ഒരു പ്രത്യേക ഓർമ്മയെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക, അല്ലെ മറന്നു കളയാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്തു പോരുന്നത്. ഒരു ഭയങ്കരമായിട്ടുണ്ടായ ദുഃഖം എങ്ങനെയെങ്കിലും അതിൽ നിന്നും ശ്രദ്ധയെ കളയുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. വാസ്തവത്തിൽ ആ എത്ര വലിയ സ്കാറാണ് എനിക്ക് ഉണ്ടായത് എന്ന് ഞാൻ പറയുമ്പോഴും ആ ഒരു ഭയത്തെ ഞാൻ അതിജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഞാൻ അന്ന് വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വല്ലാത്ത നിസ്സഹായതയിലേക്ക് ഞാനന്ന് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഇന്ന് ഞാനുണ്ട്, ആരോഗ്യത്തോടെ ഞാനുണ്ടെങ്കിൽ ഞാൻ അതിനെ അതിജീവിച്ചു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് രണ്ടാമത് അങ്ങോട്ടൊന്ന് പോയി നോക്കാനായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടാവണം. ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. എനിക്കത് ഭയങ്കര ഒരു പാഠമായിരുന്നു. എൻ്റെ ഒരു കസിൻ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. അയാള് ഒരിക്കൽ പണ്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരുമ്പോ, സിനിമ കണ്ടു കഴിഞ്ഞ് വരുമ്പോ രാത്രി വെളിച്ചൊന്നുമില്ല. അപ്പൊ അങ്ങനെ പറമ്പിലൂടെ നടന്നു വരുമ്പോ ആകാശത്ത് 2 വെള്ളക്കുതിരകളെ കണ്ടു. മറ്റേ ഒറ്റക്കൊമ്പൊക്കെയുള്ള വെള്ളക്കുതിര, യൂണിക്കോണിനെ കണ്ടു. ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഇയാൾ ഭയപ്പെടുന്നു. ആകാശത്ത് കുതിര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്തോ പ്രശ്നമുണ്ട്, പ്രേതം ഭൂതം പ്രശ്നങ്ങളൊക്കെ വന്ന അയാൾ ഭയങ്കര സ്പീഡിൽ ഓടി. അതുപോലെ ഭയപ്പെട്ടു. ഓടിപ്പോയി വീട്ടില് മൂടി പൊതച്ച് കിടന്നിട്ട് ഇദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ഭയം. ഇത് കാരണം അയാൾ കണ്ടു എന്ന് പറയുന്നതിൽ ആൾക്ക് ഒരു സംശയവും. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും ഭയത്തിലാണെങ്കിലും നാളെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് ആരോടെങ്കിലും പറയും. കാരണം പറയാണ്ടിരിക്കാനായിട്ട് പറ്റുമൊന്നുമില്ല. ഇത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതോടുകൂടിയിട്ട് എനിക്കെന്തോ പ്രശ്നം എന്ന തരത്തിലേക്ക് നാളെ തൊട്ട് മാറാനായിട്ട് പോകും. അവൾ കുറെ ഇങ്ങനെ ചിന്തിച്ചു. അത് കഴിഞ്ഞ് അവസാനം തീരുമാനിച്ചു ഒന്നുകൂടി പോയി നോക്കാം. അപ്പോഴേക്കും രാത്രി കുറെയൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്, 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹം തിരിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നല്ല ഭയമുണ്ട്, എന്നാലും
നാളെ തൊട്ടൊരു ഭ്രാന്തനായി മാറാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മാത്രം രണ്ടാമത് തിരിച്ചുപോയി ആ സ്ഥലത്തെത്തി നോക്കിയപ്പോ വെള്ളക്കുതിരകൾ അവിടെ തന്നെയുണ്ട്, പോയിട്ടില്ല. അപ്പോഴാണ് ഇത്തിരി കൂടി ഒന്ന് ധൈര്യം സംഭരിച്ച് ഇത്തിരി കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോ മനസ്സിലായി അവിടെ തെങ്ങിന്റെ പട്ടയും വാഴയുടെ ഇലയും എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു ഷേപ്പ് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് വാസ്തവം. സയൻസ് പ്രൊഫസറായിരുന്നു. രാത്രി സന്ധ്യക്ക് ഒരു 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. ഇരുട്ടിനെ ഭയങ്കര പേടിയുള്ള മനുഷ്യൻ. അപ്പൊ അങ്ങേര് സയൻസ് പ്രൊഫസർ ആയതുകൊണ്ട് ആരോടും പറയാനും പറ്റില്ല. കാരണം സയൻസ് പഠിപ്പിക്കുന്ന ഒരാളിന് ഭയം എന്ന് പറഞ്ഞ വിഷമാണല്ലോ. അങ്ങേര് കോളേജിന്റെ അടുത്ത് തന്നെ പുള്ളി താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. കാരണം സൈക്കിളിലാണ് പുള്ളി. അപ്പൊ സൈക്കിളിൽ പോകുന്ന സമയത്ത് പുള്ളി അവിടുന്ന് ഒരു 7, 7:30, 8 മണി സമയമായപ്പോഴത്തേക്കും പുള്ളിക്ക് പേടിയായി തുടങ്ങി. എങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും? അവസാനം പുള്ളി ധൈര്യമൊക്കെ സംഭരിച്ച് സൈക്കിളിൽ കയറിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ദൂരത്ത് റോഡില് സാധനങ്ങൾ നിൽക്കുന്നുണ്ട്. പുള്ളിയോട് തന്നെ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ പുള്ളി ഷൗട്ട് ചെയ്തൊക്കെ നോക്കി, ആരാടാ എന്താടാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് റോഡിലേക്ക് നിൽക്കുക. പുള്ളിക്ക് അതിലെ കടന്നു പോകാണ്ട് പറ്റില്ല. പുള്ളി ഉടനെ ഒരു കല്ലെടുത്തിട്ട് ഒരു എറുണ്ട് ഇങ്ങനെ ഒന്നാണ് ഇങ്ങനെ അവിടെ തന്നെ അപ്പൊ തന്നെ അൺകോൺഷ്യസ് ആയിട്ട് വീണു. വേറെ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് പോയ ആൾക്കാരോ കണ്ടിട്ട് ഇയാളെ എടുത്ത് കൊണ്ടാക്കുമായിരുന്നു. ആ പുള്ളി എഴുതിയ നോവലാണ് ഡ്രാക്കുള. അത് വായിച്ചിട്ട് പേടിക്കാത്ത ഒരു മനുഷ്യനും ലോകം. എന്തായിരുന്നു സംഭവം? ഒരു കുതിരവണ്ടി തല തിരിച്ചു കണ്ടിരുന്നത്. ഇത് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം കണ്ടതുകൊണ്ട് ആ പുള്ളിക്ക് പേടി എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഡ്രാക്കുള എഴുതിയത്. അതെ, ഇതേ സാധനം തന്നെയാണ്. ഇത് രണ്ടാമത് പോയിട്ട് വാസ്തവം ഇതായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് അയാൾക്ക് സാധിച്ചു. ഞാനിപ്പോ ഈ പറഞ്ഞ കഥയും അത് തന്നെയാണ്. രണ്ടാമത് ആ പിരിമുറുക്കത്തിലേക്ക് ഒന്ന് എടുത്തു ചാടാൻ അദ്ദേഹം കാണിച്ച ഒരു ധൈര്യമുണ്ട്. ഈ ധൈര്യത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് അസാമാന്യ ധൈര്യം തന്നെയാണ്. അതെ. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ വ്യക്തിക്കും ഇതേപോലെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ആ രണ്ടാമതൊന്ന് പോയി നോക്കണം. അപ്പോഴാണ് ഈ സ്കാറ് മായുന്നത്. അല്ലെങ്കിൽ വലിയൊരു സ്കാറായിട്ട് വലിയൊരു ഭയമായിട്ട് തന്നെ അത് പിടികൂടേണ്ടതായിരുന്നു. ഇതേ തരത്തിൽ നമ്മുടെ ഇവിടെ വരുന്ന ഓരോരുത്തരെ കൊണ്ടും ചെയ്യിപ്പിക്കുന്ന വാസ്തവത്തിൽ ഇതാണ്. നമ്മുടെ പഴയ നമുക്ക് അറയ്ക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പതുക്കെ ഞാനും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞ ഒരാൾ കൂട്ടത്തിൽ നിർത്തി പിന്നെ നമ്മുടെ ഇവിടത്തെ ഒരു ഫാസ്റ്റിംഗ് അങ്ങനെയുള്ള കുറെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അതായത് ഇതുപോലെയുള്ള സ്കാറുകളെ ഇല്ലാതെയാക്കാൻ ബ്രെയിൻ തന്നെ ശ്രമിക്കുന്നു. ആ സമയത്ത് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ഒരു പ്രോസസ്സിലേക്ക് ഒരാളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മൾ വീണ്ടും അതേ പിരിമുറുക്കത്തിലേക്ക് ചെന്ന് നോക്കി കാണുമ്പോൾ ആദ്യം വീണ്ടും ഭയക്കും. അല്ലെങ്കിൽ ദുഃഖമാണെങ്കിൽ വല്ലാണ്ട് ദുഃഖം വരും, ദേഷ്യമാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും ഒക്കെ ചെയ്യും. പക്ഷെ കുറച്ചും കൂടി നേരം നിന്ന് അവിടെ ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുന്നു അത്ര വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ അത്രയൊന്നും ഉണ്ടായി എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്കാണ് വാസ്തവത്തിൽ 100% പേര് എത്തിച്ചേരുന്നത്. ഒരാളിൽ പോലും ഉണ്ടായ ഒരു ദുഃഖത്തെ മറക്കാനോ അല്ലെങ്കിൽ തേച്ചു മായ്ച്ചു കളയാനോ ഒന്നുമല്ല. ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം 100% ഉണ്ടാവേണ്ടത് തന്നെയാണ്. കാരണം അത് പ്രകൃതി നിയമപ്രകാരം സംഭവിക്കുന്ന കാര്യങ്ങളില്ലേ. നമുക്കതിൽ പ്രത്യേകിച്ച് റോളുകളൊന്നും ഇല്ലല്ലോ. പാടില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പാടുണ്ട് എന്നുള്ളത് കൊണ്ട് നടന്നു. അപ്പൊ ഇതിനെ റിയാലിറ്റി ആയിട്ട് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, അത് ഇപ്പോഴത്തെ ബുദ്ധി കൊണ്ടല്ല. എന്നാണോ ഇത് സംഭവിച്ചിട്ടുള്ളത് അന്നത്തെ ഒരു ബുദ്ധിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അത് നമ്മളൊരു ടെക്നിക്കുണ്ട്, അതനുസരിച്ച് കൂടെ ഇരുത്തിയിട്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാനൊരു 10 വയസ്സിലത്തെ എന്റെ ഒരു പ്രശ്നമാണ് ഞാൻ സോൾവ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ചിന്ത കൊണ്ട് ഞാൻ എന്റെ ഒരു 10 വയസ്സിലേക്ക് കയറുകയാണ്. എനിക്ക് മാത്രമല്ല അത് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് എന്റെ അകത്ത് കയറിയിട്ട് ഒരു കറക്ഷൻ നടത്താൻ പറ്റില്ല. എന്റെ 10 വയസ്സുകാരിയിലേക്ക് ഞാൻ തന്നെ പോകേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി കുറെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പതുക്കെ പോയി ആ ഒരു പ്രായത്തിലെത്തി ആ ഒരു സിറ്റുവേഷൻ ഞാൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്നു. ചിന്തയിൽ വീണ്ടും എന്റെ മനസ്സിലേക്ക് കയറുന്നു. എന്നിട്ട് ഞാൻ അവിടെ എനിക്ക് അന്നുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക വിഷമത്തെ അല്ലെ പ്രത്യേക ഒരു വൈകാരിക പ്രശ്നത്തെ കാണുന്നു. അത് കണ്ട് കുറെ നേരമൊക്കെ കഴിയുമ്പോൾ എന്നിൽ തന്നെ ഒരു തിരിച്ചറിവ് അതവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്.
അത് സംഭവിച്ചതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ചിറങ്ങുന്നത് വേറൊരാളായിട്ടാണ്. അപ്പൊ അതിലത്തെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ഇദ്ദേഹമാണ്. മിനിഞ്ഞാന്ന് ലാസ്റ്റ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ കയറി ഇറങ്ങിയതോടുകൂടി അദ്ദേഹം വേറൊരാളായിട്ട് മാറുക. അതുവരെ ഉണ്ടായിരുന്ന ഒരാളല്ല. അതിന്റെ മുൻപും കുറേ ഘട്ടങ്ങളിലൂടെ ഒക്കെ ആള് കടന്നുപോയി. എന്നാലും അവസാനത്തെ ഒരു ബ്ലോക്ക് പൊട്ടിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയിലൂടെ അത് ഭയങ്കര രസമായിരുന്നു അല്ലേ വാസ്തവത്തിൽ. ഇത്രയും വിഷമിക്കേണ്ടതായിരുന്നില്ല അല്ലേ, എന്തൊരു സന്തോഷമുള്ളതായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിച്ചു. ഇനി അതുകൂടാതെ ഉണ്ടായിട്ടുള്ള ഓരോ പിരിമുറുക്കത്തിൽ നിന്നും എത്രത്തോളം നേട്ടങ്ങൾ നമ്മൾ നേടി, നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് കൂടി ഈ ഒരു പ്രാക്ടീസിന് ശേഷം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് മാനസികമായിട്ടുള്ള ഒരു ശുചീകരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മൾ നടത്തി. എന്തിനു വേണ്ടി ഇത് നടത്തുന്നതെന്ന് വെച്ചാൽ ഈ വിഴുപ്പും ഭാണ്ഡവും ഒക്കെ ചുമന്നുകൊണ്ട് നമ്മൾ നടക്കുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കി കഴിഞ്ഞാൽ, പഴകിയ യാതൊരു ഗുണവുമില്ലാത്ത കുറെ ചിന്തകളും കൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരിക്കലും തന്നെ ഒരു പുതിയതിന് അവിടെ ഒരു സ്ഥാനമില്ല. ആകെ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരിടമാണ് ഇവിടെയെങ്കിൽ അവിടെ വീണ്ടും ഒരു കടലാസ് ഇങ്ങനെ ചുറ്റി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും തോന്നുന്നില്ല, അതവിടെ കിടക്കും. അപ്പൊ വേസ്റ്റുകൾ വീണ്ടും 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 ഉള്ള അഴുക്കും ചെതലൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുകയാണ്. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരിക്കലും ഒരു മനസ്സിനൊരു സന്തോഷമോ സുഖമോ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പൊ ആകെപ്പാട് ഒന്ന് അടിച്ചു കഴുകി വൃത്തിയാക്കുക. ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു ഇടമായിട്ട് നമ്മുടെ തലയെ മാറ്റണം. അവിടെ ഇനിയിപ്പോ നല്ല തെളിഞ്ഞ വെളുത്ത മാർബിളൊക്കെ ഇട്ടിട്ടുള്ള ഒരിടത്ത് ഒരു മുടിയിഴ പോലും വീഴുന്നത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കില്ലേ. അപ്പൊ തന്നെ അത് എടുത്ത് കളയും. എപ്പോഴും ഒരു തവണ ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ആദ്യത്തെ തവണത്തെ ക്ലീൻ ആക്കി തരലാണ് വാസ്തവത്തിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ സൂക്ഷിച്ചോളൂ ക്ലീൻ ആക്കി വെക്കാനായിട്ട്. എന്ത് വിഷയം വരുമ്പോഴും ഇതേ തരത്തിൽ വീണ്ടും രണ്ടാമത് അതിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് സഞ്ചരിച്ചുകൊണ്ട് ആ ഒരു പ്രത്യേക പ്രശ്നത്തെ അപ്പൊ തന്നെ ഇല്ലാതെയാക്കി കളയാനായിട്ട് അത് നമുക്ക് ഓരോരുത്തർക്കും പറ്റും. ഈ വളരെ പഴയ വിഷയങ്ങളെ ക്ലിയർ ആക്കാനേ ഒരാൾക്ക് സ്വയം പറ്റാത്തതുള്ളൂ, നമ്മുടെ സഹായം ആവശ്യമുള്ളൂ. അന്നൊന്നുണ്ടാവുന്ന വിഷയങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ ഒരാൾക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് സ്വന്തമായിട്ട് അത് കൈകാര്യം ചെയ്യാം. ഓക്കെ. അപ്പൊ മനസ്സിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു കരുത്തിനെ ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക, അതാണ് നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം. പിന്നെ അതിന്റെ പുറകെ എല്ലാവരും പോയിക്കോളും. കാരണം പലതിന്റെ സ്വാധീനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ എനിക്ക് എന്റെ പുറത്ത് കുറെ ചാക്കുകെട്ടുകൾ വെച്ചിരിക്കുക, വളരെ ഭാരിച്ചത്. എനിക്കൊരിക്കലും, ഞാൻ എന്നും വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഭാരം ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. എനിക്കൊരിക്കലും എൻ്റെ ഒരു ആരോഗ്യത്തെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഭാരങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ വരുമ്പോഴാണ് അത് ശരി, ഇത്രയും കരുത്ത് എനിക്കുണ്ടല്ലേ, ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ എന്ന് പറയുന്ന ഒരു കരുത്ത്, അവനവന്റെ കരുത്തൊന്നും ഒരു തവണയെങ്കിലും ഒന്ന് അറിയേണ്ടതുണ്ട്. ഇതേ തരത്തിൽ മനസ്സിലെ എല്ലാ സാധനങ്ങളും അതൊക്കെ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊന്നും പാടില്ലാത്തതൊന്നുമല്ല, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഞാനായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന സകലതിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ അവനവന്റെ മനസ്സിന്റെ യഥാർത്ഥത്തിലുള്ള കരുത്ത് പുറത്തേക്ക് വരിക, തിരിച്ചറിയൽ. പിന്നെ നമുക്ക് വലിയ പിരിമുറുക്കങ്ങൾക്ക് സാധ്യതയില്ല. ഓരോ പിരിമുറുക്കം, ഇഷ്ടം പോലെ പിരിമുറുക്കങ്ങൾ കൂടുതലായിട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിനെയൊക്കെ വളരെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സോൾവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇമോഷൻ ഉപയോഗിച്ചുകൊണ്ടല്ല. മറ്റേതെല്ലാം ഇമോഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോന്നിനും പരിഹാരമൊക്കെ കാണാൻ ശ്രമിക്കുന്നത്. അതിലെപ്പോഴും പരാജയമായിരിക്കും. അതിന് പകരമായിട്ട് എല്ലാം കൃത്യമായിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തൊരു സൊല്യൂഷനിലേക്ക് എത്താനുള്ള ശേഷി അതെല്ലാ മനുഷ്യനും ഉണ്ട്. അത് നമ്മളുടെ കുറച്ചിങ്ങനെ സപ്രസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു എന്ന് മാത്രം. അതിന് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് മാനസിക ശുചീകരണത്തിന്റെ വഴി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ചേച്ചി